ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. ഫ്രഞ്ച് ജ്യോതിഷി നോസ്ട്രഡാമിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ പലതും ലോകത്തെ പിടിച്ചു കുലുക്കിയതാണ്. ആദ്യ 2 ലോക മഹായുദ്ധങ്ങളും അദ്ദേഹം 500 വർഷം മുമ്പേ പ്രവചിച്ചിരുന്നു. അതേസമയം നിരവധി പ്രവചനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ലോകാവസാനം വരെയുള്ളത് അതിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ലോകം മുഴുവൻ ചെറുതും വലുതുമായ സംഘർഷങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന് നിരവധി പേർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ 3-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നോസ്ട്രഡാമസ് പ്രവചിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് അദ്ദേഹം പ്രവചിച്ചതെന്ന് നോക്കാം. നോസ്ട്രഡാമസ് അത്തരമൊരു പ്രവചനം നടത്തിയിട്ടുണ്ടെന്ന് വിയോൺ റിപ്പോർട്ട് ചെയ്യുന്നു. 3-ാം ലോക മഹായുദ്ധത്തിന് തുടക്കമാവുമെന്നാണ് പ്രവചിക്കുന്നത്. സമുദ്രത്തിലൂടെയുള്ളതും കരമാർഗമുള്ളതുമായ യുദ്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സമുദ്രത്തിൽ നിന്ന് ശത്രു കരുത്തോടെ യുദ്ധത്തിനെത്തുമെന്നാണ് പറയുന്നത്. ഇത് ചൈനയും US നാവികസേനയും തമ്മിലുള്ള സംഘർഷമായിട്ടാണ് കാണുന്നത്. 3 ദിവസത്തെ ഇരുട്ടെന്നാണ് നോസ്ട്രഡാമസ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതേസമയം US ചൈനയും തായ്വാനെ ചൊല്ലി വലിയ വാക്പോരുകൾ തന്നെ നടക്കുന്നുണ്ട്. തായ്പേയിയെ ഇനി ഭീഷണിപ്പെടുത്തുകയോ അവിടെ കടന്നു കയറുകയോ ചെയ്താൽ ആ നിമിഷം ചൈനയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ US നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ പറഞ്ഞിരുന്നു. അതേസമയം US ചൈനയും ഏറ്റുമുട്ടിയാൽ തീർച്ചയായും അത് മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന് ഉറപ്പാണ്. റഷ്യ അടക്കമുള്ള ശക്തികൾ ചൈനയ്ക്കൊപ്പം നിൽക്കും. എന്നാൽ US ബഹുഭൂരിഭാഗം രാജ്യങ്ങളും അണിനിരക്കും. ഇത് പശ്ചിമേഷ്യ അടക്കം സംഘർഷഭരിതമാക്കും. നേരത്തെ ഇന്ത്യൻ ജ്യോതിഷിയായ കുശാൽ കുമാർ, ബ്രസീലിയൻ ജ്യോതിഷിയായ ആഥോസ് സലോമി എന്നിവരെല്ലാം ലോക മഹായുദ്ധങ്ങളെക്കുറിച്ച് പ്രവചിച്ചതാണ്. എന്നാൽ ഇതൊന്നും നടന്നിരുന്നില്ല. കുശാൽ കുമാർ കൃത്യതീയതിയും പ്രവചിച്ചിരുന്നു. ജൂൺ 18-ന് വലിയ യുദ്ധം ഏഷ്യൻ മേഖലയിൽ നിന്ന് ആരംഭിക്കുമെന്നും റഷ്യയും ഇറാനും അതിന് കാരണക്കാരാകുമെന്നുമായിരുന്നു പ്രവചനത്തിൽ പറഞ്ഞിരുന്നത്. ദക്ഷിണ ഉത്തര കൊറിയകൾ, ചൈന, ഇസ്രായേൽ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്നിവരെല്ലാം ചേർന്ന യുദ്ധവും അതുപോലെ ഉക്രൈൻ, റഷ്യ, നാറ്റോ എന്നിവർ ചേരുന്നതുമായിരിക്കും യുദ്ധമെന്നായിരുന്നു കുശാലിന്റെ പ്രവചനം. അതേസമയം നോസ്ട്രഡാമസ് വേറെയും ഞെട്ടിച്ച പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ലണ്ടനിലെ അതിഭീകരമായ തീപിടുത്തം നോസ്ട്രഡാമസ് ആണ് പ്രവചിച്ചത്. ഇതുപോലെ ഫ്രഞ്ച് വിപ്ലവം, നെപ്പോളിയന്റെയും അഡോൾഫ് ഹിറ്റ്ലറുടെയും ഉദയം, ഹിരോഷിമ, നാഗസാക്കി എന്നിവിടങ്ങളിൽ അണുബോംബിടുന്നത് തുടങ്ങിയ പ്രവചനങ്ങൾ നോസ്ട്രഡാമസ് കാലങ്ങൾക്ക് മുന്നേ തന്നെ പ്രവചിച്ചതാണ്. ഡയാന രാജകുമാരിയുടെ മരണം, സെപ്റ്റംബർ 11-ലെ ഭീകരാക്രമണം എന്നിവയും അതിൽ വരും. ലോക മഹായുദ്ധം നടക്കുമെന്ന് നേരത്തെ തന്നെ അവർ പ്രവചിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള നോസ്ട്രഡാമസ് എന്ന് പറയുന്ന കുശാൽ കുമാർ ആയിരുന്നു ജ്യോതിഷി. എന്നാൽ ജൂൺ 10, 18 എന്നീ തീയതികൾ അദ്ദേഹം പ്രവചിച്ചെങ്കിലും അതെല്ലാം പക്ഷേ നടന്നിട്ടില്ല. ഇപ്പോൾ മറ്റൊരു തീയതി കൂടി പറഞ്ഞിരിക്കുകയാണ് കുശാൽ കുമാർ. ഇതുവരെ ആഗോള യുദ്ധമൊന്നും ആരംഭിച്ചിട്ടില്ല. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം മാത്രമാണ് സജീവമായി നിലനിൽക്കുന്നത്. ഇസ്രായേൽ സൈന്യം യുദ്ധത്തിൽ നിരാശരുമാണ്. കഴിഞ്ഞ ദിവസം സൈനിക വക്താവ് ഹമാസിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്ന് തുറന്നു പറഞ്ഞിരുന്നു. അതേസമയം യുദ്ധത്തിന് വഴിയൊരുക്കുന്ന സാഹചര്യം ഒന്നുമില്ലെങ്കിൽ ജ്യോതിഷി പ്രവചിക്കുന്നത് ഈ മാസം തന്നെ അത് സംഭവിക്കുമെന്നാണ്. ജൂൺ 29-ന് അത്ഭുതകരമായ കാര്യങ്ങൾ ലോകത്താകെ നടക്കുമെന്നും അതിൽ ലോകരാജ്യങ്ങൾ വിറയ്ക്കുമെന്നും ജ്യോതിഷി പറയുന്നു. ലോകത്തെ വിറപ്പിക്കുന്ന മഹായുദ്ധം ഈ ദിനത്തിൽ ആരംഭിക്കുമെന്നാണ് ജ്യോതിഷിയുടെ പ്രവചനം. ഇനി ഒരാഴ്ച മാത്രമാണ് യുദ്ധത്തിലേക്ക് അവശേഷിക്കുന്നതെന്നും കുശാൽ കുമാർ പറയുന്നു. ഹരിയാനയിലെ പഞ്ച്കുലയിലെ സെക്ടർ 20-ലാണ് കുശാൽ താമസിക്കുന്നത്. ഹരിയാനയിൽ വളരെ പ്രശസ്തമാണ് കുശാലിന്റെ പല പ്രവചനങ്ങളും. വേദിക് ജ്യോതിഷ പ്രകാരമുള്ളതാണ് തന്റെ പ്രവചനങ്ങളെന്നാണ് കുശാൽ പറയുന്നത്. അതേസമയം ഏതൊക്കെ രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് വരുമെന്നും കുശാലിന്റെ പ്രവചനത്തിലുണ്ട്. വൻ ശക്തികൾ തന്നെ യുദ്ധത്തിൽ അണിനിരക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഉത്തര ദക്ഷിണ കൊറിയകൾ, ഇസ്രായേൽ, ഹമാസ്, ചൈന, തായ്വാൻ, റഷ്യ, നേറ്റോ എന്നിവർ യുദ്ധത്തിന്റെ ഭാഗമാകുമെന്ന് കുശാൽ പറയുന്നു. ഇവർ തമ്മിൽ ലോകത്തെ ഒന്നാകെ ബാധിക്കുന്ന തരത്തിൽ ഏറ്റുമുട്ടലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ആരായിരിക്കും യുദ്ധത്തിന് കാരണക്കാരാവുകയെന്നും കുശാൽ വെളിപ്പെടുത്തി. റഷ്യയും ഇറാനുമായിരിക്കും യുദ്ധത്തിന് പ്രേരകമാകുന്ന കാര്യങ്ങൾ ചെയ്യുകയെന്നും ജ്യോതിഷി പറഞ്ഞു. അതേസമയം ബ്രിട്ടനെ 4 മേഖലകളിലൂടെ ഇത് ബാധിക്കും. നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കൽ, സൈബർ ആക്രമണം, സൈനികമായി കൊമ്പുകോർക്കുക തുടങ്ങിയവ കാണാൻ സാധിക്കും. നാറ്റോയായിരിക്കും സൈനികമായി ബ്രിട്ടനൊപ്പം നിൽക്കുക. സാമ്പത്തികമായ അസ്ഥിരതയും ഉണ്ടാകും. വലിയ ക്ഷാമം തന്നെ ബ്രിട്ടനിലുണ്ടാകും. എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ നാറ്റോയിൽ ചേർന്നാൽ വലിയ യുദ്ധം തന്നെ ഇവർ നേരിടേണ്ടി വരും. റഷ്യയാവും ഇവരോട് ഏറ്റുമുട്ടുക. ഉക്രൈനും ആക്രമണത്തിനിരയാവും. ഇറാൻ അയൽ രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുമെന്നും ജ്യോതിഷി പറഞ്ഞു.